നമസ്തേ. പലപ്പോഴും വരുന്ന ഒരു മെസ്സേജാണ്, എനിക്ക് ശിവകുണ്ടലിനിയെ കുറിച്ചൊന്ന് വിശദമാക്കി തരുമോ എന്ന്. അതായത് നമ്മളുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടായിരിക്കും മെസ്സേജ് അയക്കുന്നുണ്ടാകുക, എന്നാൽ അതിനെപ്പറ്റി ഒന്ന് കൂടുതൽ വിശദമാക്കി തരുമോ, അല്ലെങ്കിൽ ശിവകുണ്ടലിനി യോഗം ആയുഷ്കല എന്ന് പറയുന്നത് തന്നെയാണോ ക്രിയായോഗ എന്ന് പറയുന്നത് എന്നൊക്കെയുള്ള ഒരു സംശയമാണ്. ഇതിൻ്റെ കാര്യം പറയുന്നതിന് മുന്നേ പറയട്ടെ, ഹിമാലയൻ സിദ്ധയോഗ കേന്ദ്രത്തിൻ്റെ കീഴിൽ ആചാര്യൻ ശ്രീ വി കൃഷ്ണകുമാർ സാറിൻ്റെ ഒരു ശിക്ഷയായിട്ടാണ് ഞാൻ ശിവകുണ്ടലിനി യോഗം ആയുഷ്കല പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും. ഈ ഒരു വീഡിയോ അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടെ അദ്ദേഹം പകർന്നു തന്ന അറിവിലൂടെയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ സംശയത്തിനുള്ള ഉത്തരം എന്താണെന്ന് നോക്കാം. ഇന്ന് ആത്മീയതയിൽ എത്തിയിട്ടുള്ള അല്ലെങ്കിൽ ആത്മാന്വേഷകരായവരിൽ ഏറ്റവും കൂടുതൽ സുപരിചിതമായിട്ടുള്ള ഒരു പുസ്തകമാണ് പരമഹംസ യോഗാനന്ദൻ്റെ ഒരു യോഗിയുടെ ആത്മകഥ എന്ന പുസ്തകവും മഹാവതാർ ബാബാജിയുടെ ക്രിയായോഗ എന്ന പദവും. എന്തുകൊണ്ടോ ഈ പുസ്തകം വായിക്കുന്നതിനും എത്രയോ മുന്നേ തന്നെ ഞാൻ മഹാവതാർ ബാബാജിയിൽ എത്തിച്ചേർന്നിരുന്നു. ബാബാജിയെ അറിയാൻ തുടങ്ങിയ ശേഷമാണ് ഞാൻ ശ്രീ പരമഹംസ യോഗാനന്ദൻ്റെ ഒരു യോഗിയുടെ ആത്മകഥ എന്ന പുസ്തകം അറിയുന്നതും വായിക്കുന്നതും. ഈ പുസ്തകത്തിലൂടെ ക്രിയായോഗ എന്ന പദം ഇന്ന് സുപരിചിതമാണ്. ശ്രീ പരമഹംസ യോഗാനന്ദന്റെ ഗുരു ശ്രീ യുക്തേശ്വരഗിരി മഹാരാജ് അഭ്യസിച്ച വിദ്യയാണ് ക്രിയായോഗ. യുക്തേശ്വരഗിരി മഹാരാജിന്റെയും ഗുരുവായ ശ്രീ ലാഹിരി മഹാശയനും അഭ്യസിച്ചിരുന്നത് ഈ വിദ്യ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഗുരുവായ ശ്രീ മഹാവതാർ ബാബാജിയിൽ നിന്നാണ് ഈ വിദ്യ പഠിച്ചത്. ഈ ഒരു വിദ്യയ്ക്ക് ക്രിയായോഗം എന്ന പേര് നിർദ്ദേശിച്ചത് മഹാവതാർ ബാബാജിയാണ്. എന്നാൽ ഈ കാലഘട്ടത്തിനും ഏറെ മുൻപ് തന്നെ ഭാരതത്തിലെ ഋഷി ഗുരു പരമ്പരകളിൽ അനുഷ്ഠിച്ചിരുന്ന ഏറെ പൗരാണികമായ ഒരു വിദ്യയാണ് ഇത്. ഇന്ന് നാം കാണുന്ന ക്രിയായോഗം, സ്വരയോഗം, ശരനൂൽ യോഗം, കുണ്ടലിനി ക്രിയാവിദ്യകൾ എന്നിവയുടെയൊക്കെ മാതൃരൂപം ശിവകുണ്ടലിനി യോഗമാണ്. ഇതിനെ തന്നെയാണ് നമ്മൾ ശിവരാജയോഗം എന്നും ശിവതന്ത്രയോഗം എന്നും തന്ത്രശാസ്ത്രത്തിലേക്ക് വന്നാൽ ശിവകാളി യോഗം എന്നും പറയുന്നത്. ഇതിൽ തന്നെ ക്രിയായോഗം എന്നത് വളരെ ലളിതമായി യോഗദ സത്സംഗ് സൊസൈറ്റി ഓഫ് ഇന്ത്യ SRF പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഭാരതത്തിനകത്തും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ തന്നെ ക്രിയായോഗത്തിന് ഏറെ പ്രചാരം നടത്തിയ ഒരു പ്രചാരകനാണ് ആദരണീയനായ ശ്രീ പരമഹംസ യോഗാനന്ദ. ലാഹിരി മഹാശയന് മഹാവതാർ ബാബാജി ഉപദേശിച്ചു കൊടുത്ത ഈ വിദ്യയ്ക്ക് അദ്ദേഹം വിളിച്ച പേരാണ് ക്രിയായോഗ എന്നത്. ലളിതമായ ഊർജക്രിയ മെത്തേഡുകൾ അല്ലെങ്കിൽ എനർജൈസേഷൻ ടെക്നിക്സ് എന്നാണ് അവർ പറയുന്നത്. ഹംസധ്യാന വിദ്യ, ഓം ധ്യാനക്രിയ, പ്രാണായാമം ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് യോഗദ സത്സംഗ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ അതുല്യമായതും അതിമനോഹരവുമായ വിദ്യ. എന്നാൽ ഇതിൻ്റെയെല്ലാം മൂലരൂപം ആദ്യം പറഞ്ഞ പോലെ ശിവകുണ്ടലിനി യോഗം എന്നറിയപ്പെടുന്ന ശിവരാജയോഗം എന്നതാണ്. ഒരു യുഗത്തിൽ ഹിമാലയത്തിൽ വന്ന പരമശിവന്റെ ഒരു വിഭൂതി. അദ്ദേഹത്തെ വിളിച്ചിരുന്നത് ശിവശങ്കര ഋഷി എന്നാണ്. അദ്ദേഹം തൻ്റെ പത്നിയായ പാർവതിക്ക് ഉപദേശിച്ചു കൊടുത്ത വിദ്യയാണ് ശിവകുണ്ടലിനി യോഗം അല്ലെങ്കിൽ ശിവരാജയോഗം എന്ന് പറയുന്നത്. ഈ ശിവശങ്കര ഋഷിയെയാണ് നമ്മൾ ശിവൻ എന്ന പേരിൽ ആരാധിച്ചു പോരുന്നത്. ഹിമാലയത്തിലെ കൈലാസത്തിൽ പാർവതി എന്ന ഭാര്യയോടും ഗണേശ സുബ്രഹ്മണ്യന്മാരായ പുത്രന്മാരോടുമൊപ്പം ഈ ഭൂമിയിൽ വാണരുളിയ ഗൃഹസ്ഥാശ്രമിയായ മഹാഋഷി ശിവശങ്കര ഋഷിയാണ് ഒരു യുഗത്തിൽ ഈ ശിവകുണ്ടലിനി ക്രിയയെ ഈ ഭൂലോകത്തിനായി സമർപ്പിച്ചത്. പിന്നീട് അദ്ദേഹത്തിൽ നിന്നും അനേകം ശിഷ്യന്മാർ ഈ വിദ്യ പഠിച്ചു. ഭഗവാന്റെ തന്നെ മറ്റൊരു വിഭൂതിയാണ് ദക്ഷിണാമൂർത്തി. ജ്ഞാനത്തിൻ്റെതായ മൂർത്തിയാണ് അദ്ദേഹം. ശിവകുണ്ടലിനി യോഗം അദ്ദേഹം പ്രചരിപ്പിച്ചിരുന്നു. പിന്നീട് ആദിനാഥൻ, ദത്താത്രേയൻ, ഗോരഖ്നാഥ്, മത്സ്യേന്ദ്രനാഥ്, അതേപോലെ ഹിമാലയൻ സിദ്ധാശ്രമത്തിലെ ഗുരുക്കന്മാരായിരിക്കുന്ന ശ്രീ സച്ചിദാനന്ദ പരമഹംസ, സ്വാമി നിഖിലേശ്വരാനന്ദ പരമഹംസ തുടങ്ങിയവരെല്ലാം തന്നെ
ഈ ശിവകുണ്ടലിനി ക്രിയ എന്ന വിദ്യ അവരുടെ ശിഷ്യ പരമ്പരകളിലൂടെ പ്രചരിപ്പിച്ചു. യഥാർത്ഥത്തിൽ നമ്മൾ ക്രിയായോഗ എന്ന് പറയുന്നതും കുണ്ടലിനി ക്രിയ എന്ന് പറയുന്നതുമെല്ലാം തന്നെ ശിവരാജനായ ആദിയോഗിയായ പരമേശ്വരനിൽ നിന്നും ഉത്ഭവിച്ച ശിവരാജയോഗം തന്നെയാണ്. ഇതിനെ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നു എന്ന് മാത്രം. ക്രിയകൾക്കും സാമ്പ്രദായികമായ ചില മാറ്റങ്ങൾ ഉണ്ടാകാമെന്നു മാത്രം. അതായത് ഒരേ കാര്യത്തിന് തന്നെ പല സ്ഥലങ്ങളിൽ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഉദാഹരണത്തിന് ജലത്തെ നമ്മൾ വെള്ളം എന്ന് വിളിക്കുമ്പോൾ ഇംഗ്ലീഷിൽ അതിനെ വാട്ടർ എന്നും ഹിന്ദിയിൽ പാനി എന്നും തമിഴിൽ തണ്ണി എന്നും പറയുന്നു. അതുപോലെ തന്നെയാണ് ക്രിയായോഗം എന്നും ശരനൂൽ യോഗം എന്നും കുണ്ടലിനി ക്രിയ എന്നുമൊക്കെ എങ്ങനെ വിളിച്ചാലും എല്ലാം ഒന്നു തന്നെയാണ്. ഇതിലൂടെയെല്ലാം ലക്ഷ്യം വയ്ക്കുന്നത് സഹസ്രാരയിലെ പരമശിവനെ അറിയുക എന്നത് തന്നെയാണ്. എന്നാൽ അതിനുള്ള മാർഗങ്ങൾ പലതാണെന്ന് മാത്രം. ഒരു സ്ഥലത്തേക്ക് എത്താൻ തന്നെ നമ്മൾ പല വഴികൾ അഥവാ മാർഗങ്ങൾ ഉപയോഗിക്കാറില്ലേ? അതുപോലെ എല്ലാവർക്കും എത്തിപ്പെടേണ്ടത് ഒരു സ്ഥലത്തേക്ക് തന്നെയാണ്. പല വഴികൾ തിരഞ്ഞെടുക്കുന്നു എന്ന് മാത്രം. ശിവശങ്കര ഋഷി ഈ വിദ്യ അഭ്യസിച്ചത് പരബ്രഹ്മമായ പരമശിവനിൽ നിന്നാണെന്ന് ഋഷിമാർ പറയുന്നു. ഹിമാലയത്തിലെ വളരെ പവർഫുൾ ആയ ഒരു സമ്പ്രദായമാണ് നാദസമ്പ്രദായം. ഈ നാദസമ്പ്രദായത്തിൻ്റെ പേരിലാണ് ഹിമാലയത്തിലെ പല സ്ഥലങ്ങളും അറിയപ്പെടുന്നത്. ഉത്തരേന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള പല സ്ഥലങ്ങളും കാണാൻ കഴിയും. പശുപതിനാഥ്, കേദാർനാഥ് എന്നിങ്ങനെയുള്ള പല സ്ഥലങ്ങളും ഈ നാദയോഗികളുമായി ബന്ധപ്പെട്ടതാണ്. തമിഴ്നാട്ടിലൊക്കെ ഈ വിദ്യ പ്രചരിപ്പിച്ചതിൽ ഏറ്റവും പ്രഗത്ഭനായ ഋഷിയാണ് ഭോഗനാഥ മഹർഷി. 18 സിദ്ധന്മാരിലൂടെ ഈ വിദ്യ എല്ലായിടത്തും പ്രചരിച്ചു. അത് പല പേരുകളിലാണെന്ന് മാത്രം. ഈ കുണ്ടലിനി ക്രിയകളെല്ലാം തന്നെ അടിസ്ഥാനമാക്കുന്നത് നമ്മുടെ ഉള്ളിലെ ദശപ്രാണനുകൾ, അതായത് പ്രാണൻ, അപാനൻ, സമാനൻ, ഉദാനൻ, വ്യാനൻ, കൃകലൻ, നാഗൻ, കൂർമൻ, ദേവദത്തൻ, ധനഞ്ജയൻ എന്നിവ ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിക്കുന്ന നമ്മുടെ ആസ്ട്രൽ ബോഡിയിലെ 6 ചക്രങ്ങൾ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നീ ചക്രകളെ ഭേദിച്ച് സഹസ്രാരയിൽ എത്തുന്നു. സഹസ്രാരയിലാണ് പരമശിവബോധമുള്ളത് എന്ന് ഋഷിമാർ പറയുന്നു. അപ്പോൾ മൂലാധാരത്തിലെ മാനുഷിക ബോധം ഷഡാധാര ചക്രങ്ങളെയും ഭേദിച്ച് സഹസ്രാരയിൽ ശിവനുമായി ലയനം പ്രാപിക്കുന്നു. ഇതാണ് ശിവരാജയോഗം, കുണ്ടലിനി യോഗം, ക്രിയായോഗം എന്നൊക്കെ അറിയപ്പെടുന്നത്. നിങ്ങൾ ഇതിൽ ഏത് ക്രിയകളും യഥാർത്ഥമായ ഒരു ഗുരുപരമ്പരയിൽ നിന്നും പഠിച്ചാൽ നിങ്ങളുടെ മൂലാധാരത്തിലെ ശക്തി സഹസ്രാരയിലെ ശിവനുമായി ലയനം ചെയ്യും എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ശിവശക്തി യോഗം എന്നും വിളിക്കാറുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഇത് ശരിയായ ഒരു ഗുരുപരമ്പരയിൽ നിന്നു മാത്രമേ അഭ്യസിക്കാവൂ എന്ന്. വെറുതെ പഠിച്ചാൽ മാത്രം പോരാ, ദിവസവും കൃത്യതയോടെ ഇത് പ്രാക്ടീസ് ചെയ്യണം. ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും നിഷ്ഠയും ദിനചര്യയും വേണം. ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് നമുക്കിത് പ്രാക്ടീസ് ചെയ്യാൻ കഴിയണം. കുണ്ടലിനി ക്രിയ ചെയ്യുന്ന ഒരു ക്രിയായോഗിയുടെ ജീവിതചര്യ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു നിമിഷം പോലും അവർക്ക് വെറുതെ കളയാൻ ഉള്ളതല്ല. നമുക്കറിയാം, ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ ആയുസ്സിനെയും ആരോഗ്യത്തെയും കുറയ്ക്കുന്നു എന്ന്. ഈ ഭൂമിയിൽ നമ്മൾ കാലാകാലവും ജീവിച്ചിരിക്കുന്നവരല്ല എന്ന യാഥാർത്ഥ്യം നമുക്കറിയാം. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ കാലമത്രയും ഭൗതികമായ എല്ലാ അഭിവൃദ്ധിയും നേടാൻ ശിവകുണ്ടലിനി ക്രിയ നമ്മെ സഹായിക്കും. ഭൗതികമായതെന്ന് പറഞ്ഞാൽ ധന, ധാന്യ, സമ്പൽ സമൃദ്ധി, ആയുസ്, ആരോഗ്യം എല്ലാം നേടാൻ ഈ ക്രിയ നമ്മെ സഹായിക്കും. അതുപോലെ ആത്മീയമായ ഉയർച്ചയിലേക്ക് പോകാനും ഈ ക്രിയ നമ്മെ സഹായിക്കുന്നു. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബത്തെയോ ജോലിയെയോ ഒന്നും ഉപേക്ഷിക്കേണ്ടതില്ല. ഒരു ഗൃഹസ്ഥാശ്രമിയായി നിന്നു തന്നെ നമുക്ക് ഈ ആത്മീയമായ ഉന്നതി കൈവരിക്കാവുന്നതാണ്. നമ്മൾ ഇവിടെ പിന്തുടരുന്നത് ഹിമാലയൻ സിദ്ധാശ്രമത്തിൻ്റെ മാർഗമാണ്. അതിൽ സ്വാമി നിഖിലേശ്വരാനന്ദ പരമഹംസരുടെ പാതയാണ് നമ്മുടേത്.
ഇതിൽ ലളിതമായ പ്രാണായാമം, അതായത് ഊർജപ്രസരണ ക്രിയാ പ്രാണായാമങ്ങൾ എന്നാണ് അത് അറിയപ്പെടുന്നത്. ഇതിൻ്റെ പേരിനെ പോലെ തന്നെ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീര, ഭൗതിക, ആത്മീയ തലങ്ങളിൽ എല്ലാം തന്നെ ഒരു ഊർജപ്രസരണം നടക്കുന്നതായി നമുക്ക് തന്നെ അറിയാൻ കഴിയും. വ്യക്തിത്വ വികാസമാണ് കുണ്ടലിനി ക്രിയയിലൂടെ നടക്കുന്നത്. ഒരു വ്യക്തി നന്നായാൽ ആ കുടുംബം നന്നായി. ഒരു കുടുംബം നന്നായാൽ അവർക്ക് ചുറ്റുമുള്ള സമൂഹത്തെ നന്നാക്കാം. ഒരു സമൂഹത്തിൻ്റെ നന്മ ഒരു രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് ഉതകുന്നതാവും. നമ്മൾ ശാന്തി മന്ത്രത്തിൽ ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് ചൊല്ലുന്നത് പോലെ നമ്മുടെ രാഷ്ട്ര നന്മ ലോകത്തിനു തന്നെ നന്മ വരുത്തുന്നതാകും. നമുക്കറിയാം, അറിവിൻ്റെ, ജ്ഞാനത്തിൻ്റെ ഭൂമിയാണ് നമ്മുടെ ഭാരതം. ലോകത്തിൻ്റെ തന്നെ ഗുരു എന്നാണ് പൗരാണിക കാലം മുതൽക്കേ നമ്മുടെ ഭാരതം അറിയപ്പെടുന്നത്. നമ്മൾ ലോകത്തിന് മൊത്തമായി നന്മ ആഗ്രഹിക്കുന്നവരാണ് ഭാരതീയർ. ഈ ക്രിയ ചെയ്യുന്നതിലൂടെ നമുക്ക് ആന്തരികമായ സുഖവും സമാധാനവും സന്തോഷവും നേടാനാവും. അതിനുവേണ്ടി നമ്മൾ പുറത്ത് അലയേണ്ടതില്ല. നമ്മുടെ ഉള്ളിലുള്ളത് എന്താണോ അത് തന്നെയാണ് പുറത്തേക്കും പ്രകടമാവുന്നത്. നമുക്ക് അതിനനുയോജ്യമായതായിരിക്കും പുറത്തുനിന്നും കിട്ടുന്നതും. അപ്പോൾ സുഗന്ധം പരത്തുന്നവരാവുക. സ്നേഹത്തിൻ്റെയും നന്മയുടെയും ശാന്തിയുടെയും സന്തോഷത്തിൻ്റെയും കരുണയുടെയും സുഗന്ധം പരത്തുക. അപ്പോൾ പൂവിൽ വണ്ടുകളും ചിത്രശലഭങ്ങളും വരുന്ന പോലെ നമുക്ക് ചുറ്റും നല്ലത് തന്നെ വരും. വളരെ ലളിതമായ ക്രിയകളാണ് നമ്മുടെ ശിവകുണ്ടലിനി ആയുഷ്കല പ്രാക്ടീസിൽ ഉള്ളത്. ഏതൊരാൾക്കും ചെയ്യാൻ കഴിയുന്നതാണ്. നമ്മുടെ ഷഡാധാര ചക്രങ്ങളിലൂടെ പ്രാണന്റെ സഞ്ചാരം സുഗമമാവും. എവിടെയായാലും സ്വസ്ഥമായ ഒരു സ്ഥലത്ത് നിലത്തോ കസേരയിലോ നട്ടല് നിവർത്തി ഇരുന്ന് നമുക്കിത് പ്രാക്ടീസ് ചെയ്യാം. ഇതിൽ നമ്മൾ ആദ്യം തന്നെ പഠിക്കുന്ന ഓം ധ്യാനവിദ്യ നമ്മുടെ മനസ്സിനെ ആഴത്തിൽ സ്പർശിക്കാൻ കഴിയുന്നതാണ്. മനസ്സിൻ്റെ ശാന്തിയെ, ശക്തിയെ ഉണർത്താൻ കഴിയുന്നതാണ്. മറ്റൊന്നാണ് ഇതിലെ സങ്കല്പ ധ്യാനം. ഈ ജീവിതത്തിൽ കഴിഞ്ഞകാല ചിന്തകളോ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അടുക്കും ചിട്ടയും ഇല്ലായ്മയോ ഒക്കെ കാരണം നാം എപ്പോഴും നിരാശയിലാണ്. എന്നാൽ മനഃശാക്തീകരണ ക്രിയകൾ ചെയ്യുക വഴി നാം നമ്മുടെ ജീവിതം പോസിറ്റീവായി മാറുന്നത് തിരിച്ചറിയാറുണ്ട്. ഇത് ശാസ്ത്രീയമായി പരീക്ഷിച്ച് വിജയിക്കപ്പെട്ടതാണ്. നമ്മുടെ ഈ ചാനലിൽ തന്നെ മുൻപ് നമ്മൾ അത്തരം രീതിയിലുള്ള ഒരുപാട് അഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടെക്നിക്കും നമ്മൾ ഇവിടെ പ്രയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ ഋഷിവര്യന്മാരിൽ നിന്നും പകർന്നു കിട്ടിയ അറിവുകളാണ്. ഒന്നാം പാദ പരിശീലനത്തിലൂടെ തന്നെ നമുക്ക് ഒരുപാട് പോസിറ്റീവായ മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ്. ഇതിൻ്റെ 8ാം പാദ പരിശീലനം വരെ ഇന്ന് നമ്മുടെ ഗുരുവര്യന്മാർ ചിട്ടപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഇതുകൊണ്ടുള്ള മറ്റു ഗുണങ്ങൾ കുണ്ടലിനി ശക്തി ഉണരുമ്പോഴുള്ള നാദങ്ങളെ, ശബ്ദങ്ങളെ, അനുഭൂതികളെ, പല ദർശനങ്ങളെ ഒക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിയും എന്നതാണ്. ഇത് തികച്ചും സൗജന്യമായ ഒരു ക്രിയയാണ്. മനുഷ്യജന്മത്തിൻ്റെ അനന്ത സാധ്യതകൾ സ്വയം തിരിച്ചറിഞ്ഞ് ആ സാധ്യതകൾ ജീവിതത്തിൽ പകർത്താനും ജീവിതം വിജയത്തിലേക്ക് നയിക്കാനും നമുക്ക് കഴിയും. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ഏതൊരാൾക്കും ജീവിതത്തിൻ്റെ വിജയത്തിന് ഉതകുന്നതാണ് ഈ പരിശീലനം. നന്മകൾ നേരുന്നു. സന്തോഷത്തോടെ. ഒരുപാട് നന്ദി.